ദക്ഷിണ ഭാരതത്തിന്റെ സ്വർഗമെന്ന് വിശേഷിക്കപ്പെട്ട ഭൂമിയിലെ സ്വർഗനഗരമായിരുന്നു ഹിരണ്യഭൂമി. ആകാശമുട്ടെ നീണ്ടു നിൽക്കുന്ന കരിമ്പനകളും കരിങ്കല്ലുകളും നിറഞ്ഞ കൂറ്റൻ പർവ്വതങ്ങൾ കൊണ്ട് ചുറ്റപ്പെട്ട ഈ രാജ്യം മറ്റ് രാജ്യങ്ങൾക്കും രാജാക്കന്മാർക്കും അന്യമായിരുന്നു. സ്വർണം കുലയ്ക്കുന്ന വാഴകൾ, രത്നങ്ങളായി വിരിയുന്ന പൂക്കൾ, മഴയായും മഞ്ഞായും സ്വർണം പൊഴിയുന്ന ഈ സ്ഥലം ഒരു ദുഷ്ടശക്തിയുടെ കണ്ണിലും പെട്ടിരുന്നില്ല. എന്നാൽ ആയുധബലം കൊണ്ടും സമ്പത്ത് കൊണ്ടും ഈ ലോകത്തിന്റെ അധിപൻ താൻ മാത്രമാണെന്ന് വിശ്വസിച്ചിരുന്ന രാജവേന്ദ്ര ഒരിക്കൽ ധ്യാനത്തിനിരിക്കുമ്പോൾ ഹിരണ്യഭൂമി ഒരു സ്വപ്നമായി അദ്ദേഹത്തിന്റെ കൺമുന്നിൽ തെളിഞ്ഞു. ധ്യാനത്തിൽ നിന്നും ഞെട്ടിയെഴുന്നേറ്റ അദ്ദേഹം ഇത് തനിക്ക് ലഭിച്ച രഹസ്യ സന്ദേശമായി കരുതി യുദ്ധോപകരണങ്ങളുമായി സേനകൾക്കൊപ്പം ഹിരണ്യഭൂമിയിലേക്ക് കുതിച്ചു. കരിമ്പനക്കാടുകൾ വെട്ടിനിരത്തി കിഴക്കേ ദിശയിലെത്തിയ സൈന്യത്തിന് അസാമാന്യമായ ക്ഷീണം അനുഭവപ്പെട്ടു. ധീരന്മാരായ തന്റെ സൈന്യത്തിന് എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ ആകുലനായ രാജവേന്ദ്ര മന്ത്രങ്ങൾ ഉപയോഗിച്ചു. എങ്കിലും പരാജയപ്പെട്ടു. കാരണം സ്വർണത്തിന്റെയും രത്നങ്ങളുടെയും ഹിരണ്യഭൂമി ഗാൽവേനിയത്തിന്റെയും കലവറയായിരുന്നു. ഗാൽവേനിയം കൊണ്ട് നിർമ്മിച്ച കവാടമായിരുന്നു കിഴക്ക് വശത്തുണ്ടായിരുന്നത്. അത് തുറക്കാനോ തകർക്കാനോ കഴിയാത്ത രാജവേന്ദ്ര ആദ്യമായി കിൻസ ഗാൽവേലിയം വാതിലുകൾക്ക് മുന്നിൽ അദ്ദേഹം പരാജയപ്പെട്ടു.